സച്ചിൻദാസ് മാക് ട്യൂഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത് എന്ന് ഓർത്തെടുക്കും. സിമെട്രിക്, സ്ക്യൂ സിമെട്രിക്, മെട്രിക്സ്, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. സിമെട്രിക് എന്തായിരുന്നു? ആ എനെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ സെയിം ആ എ തന്നെ കിട്ടുന്നു അല്ലേ. ഇനി സ്ക്യൂസിമെട്രിക് ആണെങ്കിൽ നമ്മൾ എനെ ട്രാൻസ്പോസ് എടുക്കുന്ന സമയത്ത് ഒരു മൈനസിന്റെ വ്യത്യാസം, എലമെന്റ്സിനൊക്കെ ഒരു മൈനസ് കൂടുതലായിട്ട് വരുന്നു അല്ലെ ട്രാൻസ്പോസ് എടുക്കുന്ന സമയത്ത്. അതുപോലെ സ്ക്യൂസിമെട്രിക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഏതൊരു മെട്രിക്സ് എടുത്തിട്ടും ആ മെട്രിക്സിനെ എന്താവണമെന്നില്ല, സിമെട്രിക് ആവണമെന്നോ അല്ലെങ്കിൽ സ്ക്യൂസിമെട്രിക് ആവണമെന്നോ ഇല്ല. പക്ഷേ എ പ്ലസ് എ ട്രാൻസ്പോസ് അത് സിമെട്രിക് ആവാം, എ മൈനസ് എ ട്രാൻസ്പോസും അത് സ്ക്യൂസിമെട്രിക് ആവും. അപ്പോൾ നമുക്ക് എ വെച്ചിട്ട് സ്ക്യൂസിമെട്രിക്കും സിമെട്രിക്കും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്താൽ മതി, എയും എ ട്രാൻസ്പോസും കണ്ടിട്ട് അതിനെ പ്ലസ് ചെയ്യുക, ഒന്ന് മൈനസ് ചെയ്യുക. അത് അപ്പോൾ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ സിമെട്രിക്, മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്യൂസിമെട്രിക്. ഇനി ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ഹാഫ് എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് എ മൈനസ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, എ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നും കാണാത്തവർ കാണണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ വരും വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ കുറച്ച് നോക്കി പഠിക്കേണ്ടതായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇൻവെർട്ടിബിൾ മാട്രിസസ്. അത് എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓൺ മെട്രിക്സസ് ആണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്, ഈ ഇൻവേഴ്സ് കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇൻവേഴ്സ് കാണാനൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് എലമെന്ററി ഓപ്പറേഷൻ ഓർ മെട്രിക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കാം. എ എന്ന് പറയുന്നത് മെട്രിക്സ് അവർ തന്നതാണ്, നമ്മളെടുത്തതല്ല, അവർ തന്നതാണ്. നമുക്ക് ആ ഒരു എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ എ അല്ല വേണ്ടത്, എ ഇൻവേഴ്സ് ആണ് വേണ്ടത്. എ ഇൻവേഴ്സ്. ഓക്കെ, അപ്പൊ എ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ 1/a എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ അത് നമുക്ക് അറിയില്ല അല്ലെ. 1/a എന്ന് പറയുമ്പോൾ അത് എ എന്താ, അതിന്റെ ഇൻവേഴ്സ് എന്താ, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി വരും. എ ഇൻവേഴ്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ട് ഈ രണ്ട് ഫോർമുല മാറ്റി പഠിച്ചു വെക്കുക. ഈ ഫോർമുല ഇതിന് ഹാഫ് മാർക്കൊക്കെ അവർ തരാറുണ്ട് എക്സാം, കാരണം ഇത് 2 മാർക്കിന്റെ ചോദ്യമാണ്. ഹാഫ് മാർക്കൊക്കെ നമുക്ക് സ്കോർ ചെയ്യും. എന്ത് ചെയ്താൽ മതി, ഈ ഫോർമുല എഴുതുക. ഹാഫ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യം പറയുന്നേട്ടാ. ഈ ഫോർമുല എഴുതുക, എന്നിട്ട് ഈ എയുടെ പ്ലേസിൽ എന്ത് ചെയ്യുക, എ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതുക. ഐ എന്താ നമ്മൾ കഴിഞ്ഞതിന്റെ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. ഐ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെട്രിക്സ് തന്നെ, ഐഡന്റിറ്റി മെട്രിക്സ്. അപ്പൊ അതില് ഐ 2/2 ആയതുകൊണ്ട് 1001 അല്ലേ. ഡയഗണലൊക്കെ എന്തായിരിക്കും, 1 ആയിരിക്കും. ശരിയാണല്ലോ, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. അപ്പൊ ആദ്യം ഈ ഫോർമുല എടുത്ത അതിൽ എയുടെ പ്ലേസിൽ എയുടെ എഴുതുക, ഐയുടെ പ്ലേസിൽ ഐ എഴുതാം. അപ്പൊ ഈ എയുടെ പ്ലേസിൽ വീണ്ടും എഴുതി കൂടെ എന്ന് ചോദിക്കും. പക്ഷെ അങ്ങനെ എഴുതാനല്ലല്ലോ നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ ഉദ്ദേശം എന്ന് പറയുന്നത് ഏതിക്ക് മാറ്റിയാന്നാണ്. ഈ ഫോർമുല എന്തിക്ക് മാറ്റണം, ഈ ഫോർമുല ആക്കി മാറ്റണം. അത് എന്ത് ഫോർമുല, ഈ ഇപ്പൊ നോക്കൂ, കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് എ ആയിരുന്നു. ഈ എയുടെ പ്ലേസിൽ ആരിനി വരണം, ഐ വരണം. ഐ എന്ന് പറഞ്ഞാൽ ആരാ, 1001. ശരിയാണല്ലോ. നമ്മൾ പാട്ടൊക്കെ പാടും, നമ്മൾ പഠിക്കുന്ന സമയത്ത് പാട്ടൊക്കെ പാടി. ആരെങ്കിലും പാട്ട് പാടിയിട്ടുണ്ടോ? 1001 കാണാപാഠം പഠിച്ചിരിക്കും. എങ്ങനെ പഠിച്ചാലും വേണ്ടിയില്ല, പഠിക്കുമല്ലോ, പഠിക്കണ്ടല്ലോ അല്ലേ. ആ ഏതൊരു പറയുന്ന പോലെ ഹൈറ്. അപ്പൊ അതുപോലെ പഠിച്ചാൽ മതി, എഴുതാൻ പറ്റിയാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. ഓക്കെ, മനസ്സിലാക്കാതെ ഇപ്പൊ മാത്സ് ഒക്കെ മനസ്സിലാക്കി തന്നെ പഠിക്കുന്നതാണ് ബെറ്റർ. മനസ്സിലാക്കാതെ പഠിച്ചു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ഈ കേസ് ഞാൻ പറഞ്ഞല്ലോ, ഇതില് ഇപ്പൊ നമ്മള് അരമാർക്കൊക്കെ എല്ലാം എല്ലാം ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റും, ചിലതൊക്കെ പറ്റും, എന്നാൽ ചിലത് പറ്റില്ല എന്നുള്ളവർക്ക് ഈ ഒരു ഇപ്പം പറ്റില്ല എന്നുള്ളതിൽ അതിലെങ്ങനെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൽ ഒരു 1/2 മാർക്കെങ്കിലും കിട്ടാൻ എന്ത് ചെയ്യണം,
അങ്ങനെ ചിന്തിക്കുന്നവർക്ക്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. അപ്പൊ ഒരു ഇഷ്ടമില്ലാത്ത ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ ആദ്യം ഒരു അരമാർക്കെങ്കിലും കിട്ടാൻ എന്ത് ഞാൻ ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത്. അപ്പൊ ഈ ഫോർമുല പഠിച്ചിട്ട് ഇതിൽ മാറ്റാം. അപ്പൊ എ ഉണ്ടായിരുന്നു, എയുടെ എലമെന്റ്സ് ഒക്കെ ഒന്ന് നോക്കി നോക്കി. ഇവിടെ 2 ആയിരുന്നു. അപ്പൊ 2 ഉള്ളിടത്ത് ആര് വരണം? 1 വരണം. 2 ഉള്ളിടത്ത് ആര് വരണം? 1. -3 ഉള്ളിടത്ത് ആര് വരണം? ഇനി 0. അപ്പം നമ്മള് ഇതിനൊരു ഓർഡർ ഉണ്ട്. നമ്മൾ ഇങ്ങോട്ടല്ല, റൈറ്റ് സൈഡിലേക്കല്ല കൊണ്ടുവരണേ, താഴത്തോട്ടാ. താഴത്തില്ലടാ അല്ലേ, ആദ്യം ഒന്ന് താഴണം. അപ്പം 2 മാറ്റിയിട്ട് നമ്മൾ പിന്നെ മാറ്റേണ്ടത് -1 ആണ്. -1 എന്തിലേക്ക് മാറ്റണം? 0. പിന്നെ റൈറ്റിക്ക് എടുത്തോ. അപ്പൊ നമ്മള് റൈറ്റിക്ക് കൊണ്ടുപോയാലും കുഴപ്പമില്ല. പിന്നെ അവിടെ 1 ആണ് അല്ലേ, ശരിയല്ലേ? 2 1. അപ്പൊ 2 തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ നമ്മള് ഇത് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. 2 ഉണ്ടായിരുന്നോടത്ത്, അങ്ങനെ ഞാൻ പറയണേ, 2 ആണ്, 2 മാറ്റി 1 ആക്കണം എന്നല്ല ഞാൻ പറയണേ. 2 ഉണ്ടായിരുന്നോടത്ത് 1 വരണം. ഇനി ഇവിടെ -3, ഇനി മോളിക്കാ പോണേ. അപ്പൊ ഇനി മോളിക്ക. അപ്പൊ നമ്മള് എപ്പോഴും പറയണേ, ആദ്യം ഒന്ന് താഴും പിന്നെ റൈറ്റിക്ക് പോവും. റൈറ്റ് പൊസിഷൻ അല്ലേ. നമ്മള് ആദ്യം ഒന്ന് താഴ്ന്നു, അപ്പൊ നമ്മള് മോശം അവസ്ഥയിലാണ്, നമ്മളൊന്നും ചെയ്തില്ല, പഠിക്കാൻ പറ്റിയില്ല. ഇനി അങ്ങനെ ചില സാഹചര്യത്തിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ്, നമ്മൾ തന്നെയാണ് കാരണക്കാര്, മറ്റുള്ളവരൊന്നും അല്ല. അപ്പം നമ്മൾ എന്തോ കാരണത്താൽ എന്ത് ചെയ്തു? തോറ്റുപോയി. ഓക്കെ, അല്ലെങ്കിൽ ഏതോ ഒരു സിറ്റുവേഷനിൽ നമ്മൾക്ക് പറ്റി, ഇപ്പോൾ ഹോസ്പിറ്റൽ കേസ് ആവാം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾക്ക് അങ്ങനെ ഒരു സംഭവം സിറ്റുവേഷൻ വന്നു, നമ്മളെ തന്നെ എന്ത് ചെയ്താൽ മതി? കുറ്റം പറഞ്ഞാൽ മതി. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ, ആർക്കും ഒരു പ്രശ്നമില്ല. നമ്മളെ തന്നെ എന്ത് ചെയ്തു? ഒന്ന് കുറ്റം പറഞ്ഞു. അപ്പൊ നമ്മൾ എന്നിട്ട് ഉണർന്നോട്ടാ. അത് കുറ്റം പറഞ്ഞിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്കൊന്നും കഴിയില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നാൽ അങ്ങനെ തന്നെ ഇരിക്കേണ്ടി വരും. സോ നമ്മുടെ മാറ്ററിലേക്ക് വരാം. അപ്പൊ നമ്മളൊന്ന് താഴ്ന്നു. അപ്പൊ താഴ്ന്നു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് റൈറ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നമ്മുടെ സച്ചിൻ ദാസ് മാക് ട്യൂഷൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം, യൂട്യൂബ് ആണ്, അതിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ഇന്നത്തോടു കൂടി കഴിയും. അപ്പൊ അത് വരെ ഉള്ളത് 7 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ സ്കോർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഉയരും. അങ്ങനെ ഒരു കോഡ് വെച്ചിട്ട് നമ്മൾ പഠിച്ചു കൂട്ടാ. സെറ്റ് അല്ലേ? എന്തായിരുന്നു? നമ്മൾ താന്നു, റൈറ്റ് പൊസിഷൻ, സച്ചിൻ ദാസ് മാക് ട്യൂഷൻ, തന്നെ ഒന്ന് മോളിക്ക് പൊന്തി അല്ലേ. നമ്മളെ തന്നെ പൊന്തിക്കണം, അല്ലെങ്കിൽ ആരും നമ്മളെ പൊന്തിക്കില്ല അല്ലേ. ഒറ്റച്ചാട്ടം, ആരും നമ്മളെ പൊന്തിക്കാനായിട്ട് ഉണ്ടാവില്ല. നമ്മൾ തന്നെ എന്ത് ചെയ്യണം? പൊന്ത് താഴെ എന്താ തീരുമാനിച്ചോ, പൊന്തണമെങ്കിൽ പൊന്താം, അല്ലെങ്കിൽ താഴാം. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ കഥ. ഇഷ്ടപ്പെട്ടില്ലേ? ഈ ഇക്വേഷനിലേക്ക് മാറ്റാൻ പോവാണ്. നമുക്ക് മാറ്റാം. അപ്പൊ ആദ്യം അതിനു വേണ്ടിയിട്ട്, നല്ല കഥയല്ലേ, അപ്പൊ ആദ്യം ഇതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് ഈ 2 ഒന്ന് മാറ്റണം അല്ലേ. 2 എനിക്ക് എന്താക്കണം? 1 ആവണം. അപ്പൊ 1 ആക്കണമെന്ന് കുറെ ഞാൻ ആലോചിച്ചപ്പോ, ഈ 2 എങ്ങനെയപ്പോ 1 ആക്കുക എന്ന് കുറെ നേരം ആലോചിച്ചപ്പോ, അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇൻറ്റു അല്ലെങ്കിൽ ഡിവിഷൻ ചെയ്യണം. അപ്പൊ ഒരു കുട്ടി നമ്മളോട് പറയാണ്, നീ ആ 2 ഒന്നെങ്കിൽ ഇൻറ്റു ചെയ്യണം അല്ലെങ്കിൽ ബൈ ചെയ്യണം. അപ്പൊ ഒരു കുട്ടി പറഞ്ഞു ബൈ 2 ചെയ്താൽ മതി. അപ്പൊ വേറെ കുട്ടി പറഞ്ഞു 2 × 1/2 ചെയ്യടാ, അപ്പ ശരിയാവും. ഇത് രണ്ടും എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ് അല്ലെ, സെയിം ആണ്. 2 ക്യാൻസൽ ചെയ്താ ഇവിടെ 1, ഈ 2 ക്യാൻസൽ ചെയ്താ ഇവിടെ 1. അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്താലും തന്നെ കിട്ടണം, 1 തന്നെ കിട്ടണം. ഒന്നെങ്കിൽ ഇൻറ്റു അല്ലെങ്കിൽ ഡിവിഷൻ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാൻ പോണത് ഇൻറ്റു ആണ്. എന്താ 2/2 തന്നെയാണ് കേട്ടാ, ബൈ 2 ചെയ്യുന്നു. ഓക്കെ, ബൈ 2 ചെയ്യുന്നു. നമുക്ക് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് 1/2 ചെയ്യും. ഓക്കെ, അതിന് മീനിങ് എന്തെന്നെയാണ്? ബൈ 2 ചെയ്യുന്നു എന്ന് തന്നെയാണ്. അതുപോലെ ഇപ്പൊ ഇത് ഓക്കെ ആയോ? ഇതൊക്കെ. അപ്പൊ അത് ഏത് റോയിലാണ് കിടക്കുന്നത്? അത് ഏത് റോയിലാ? ഫസ്റ്റ് റോയിൽ ആയതുകൊണ്ട് അതിനെ ഞാൻ എന്ത് വിളിച്ചു? ഭംഗിയില് നല്ലൊരു പേരല്ലേ, R1 അല്ലെ. R1 ഒന്നും ഇല്ലല്ലോ പഠിക്കുന്നിടത്ത്, ഇല്ലല്ലോ. അപ്പൊ R1 എന്ന് വിളിച്ചു. എന്താ വിളിച്ചേ? R1 എന്ന് വിളിച്ചു. നല്ല പേരാണ് അല്ലെ. ഇവിടെ R11 വരെ കാരണം എന്താ? ഫസ്റ്റ് റോ, ഫസ്റ്റ് കോളം. അപ്പൊ അത് R11 ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ എന്തൊക്കെ മാറ്റാൻ ചെയ്തു? 1ക്ക് മാറ്റിയാണ് ഉദ്ദേശിച്ചത്. അപ്പോ അതേപോലെ ഇവിടെ 2 ഉണ്ടായിരുന്നിടത്ത് ആര് വന്നു? R1 × 1/2.
അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു, ഒന്നെങ്കിൽ ഇൻറ്റു എഴുതാം അല്ലെങ്കിൽ ബൈ 2 ചെയ്താലും തെറ്റില്ല. ഇവിടെ ബൈ 2 ഞാൻ എഴുതിയിട്ടിട്ട് നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഫോളോ ചെയ്താലും കുഴപ്പമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ബൈ 2 ചെയ്യാൻ പോവാണ്. ഏത്? ആ ഫസ്റ്റ് റോ മൊത്തം. ശരിയാണല്ലോ? ഓക്കെ, ഫസ്റ്റ് റോ ഞാൻ ചേഞ്ച് ചെയ്തു. എങ്ങനെ ചേഞ്ച് ചെയ്തു? ബൈ 2 ചെയ്തു. ഏത് ഇക്വേഷൻ യൂസ് ചെയ്തു? ഈ ഇക്വേഷൻ യൂസ് ചെയ്തു. അപ്പൊ ഇക്വേഷനൊക്കെ നമ്മൾ തന്നെ എന്ത് ചെയ്യണം? ഉണ്ടാക്കണം. കാണാപാഠം പഠിക്കാൻ പറ്റുമോ സാറേ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ 1 ആക്കണമെങ്കിൽ ഇൻറ്റു ചെയ്യാം അല്ലെങ്കിൽ ഡിവിഷൻ ചെയ്യാം. ഇത് പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ 2 ആണെങ്കിൽ ബൈ 2 ചെയ്യാം. കിട്ടിയ 2 ആണെങ്കിൽ ബൈ 2 ചെയ്യാം. 1 ആണെങ്കിലോ? 1 ആണെങ്കിൽ പിന്നെ എന്തിനാ 1 ബൈ 1 ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഓൾറെഡി 1 ആണ്, അപ്പൊ പിന്നെ ഒന്നും ചെയ്യണ്ട. 3 ആണെങ്കിലോ? ബൈ 3 ചെയ്യാം. അപ്പൊ എന്തിനാ ഇൻറ്റു എന്ന ചോദ്യം വരില്ലേ? അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഫ്രാക്ഷൻ ഒക്കെ വരില്ലേ 1/3. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ബൈ 3 ചെയ്താൽ ശരിയാവോ? ഇല്ല. അപ്പൊ നമ്മള് ഇൻറ്റു 3 ആണ് ചെയ്യാം. ഓക്കെ, ഫ്രാക്ഷൻ ഒക്കെ വരുന്ന സമയത്ത് അപ്പൊ നമ്മൾ ലോജിക്ക് വെച്ചിട്ട് ചിന്തിക്കുക എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻസ്. ലോജിക്ക് ഉള്ളവർക്ക് ഇത് ചെയ്യാനായിട്ട് ഒരു പണിയില്ല, സിമ്പിൾ ആണ്. അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് എളുപ്പമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ബൈ 2 ചെയ്തപ്പോ ഈ ഒരൊറ്റ റോ എന്ത് ചെയ്തു? മൊത്തത്തിൽ അങ്ങ് മാറി. ഇനി അതുമുതലുള്ള കഥയാണ് ഇനി പറയുള്ളൂ കേട്ടോ, അത് മുതലേ കഥ പറയില്ല. ഓക്കെ, അപ്പോ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ 1, -3നെ 200 ചെയ്തപ്പോ അതെങ്ങനെയാണ്? -3/2. പിന്നെ 1നെ എന്താ പറയാ? ബൈ 2 ചെയ്തപ്പോ 1/2. 0നെ 2 ചെയ്തപ്പോ എന്താ വരിക? 0. ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. ബാക്കി കഥയാണ് പറയാൻ പോണേ. അപ്പൊ നമുക്ക് ഇതുവരെയൊക്കെ കിട്ടിയെന്ന് വിചാരിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇതൊരു ഐഡന്റിറ്റിക്ക് മാറ്റാൻ പോണേന്നല്ലേ. ഇതിനെ നമ്മൾ എന്തിക്കാൻ മാറ്റാൻ പോണേ? ഐഡന്റിറ്റിക്ക് മാറ്റാൻ പോണേ. ശരിയല്ലേ? ആക്കാൻ പോവാ. ആക്കാൻ പോവാന്നല്ല, ആക്കാൻ പോവാ. അപ്പോ ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ 1 കിട്ടിക്കഴിഞ്ഞു. ശരിയല്ലേ? ഇവിടെ ഓൾറെഡി 1 ആയിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി 1 ആയി. ഇനി നമുക്ക് അടിയിൽ നോക്കുമ്പോ അത് എന്താണ്? -1 -1 ആണ്. ഇങ്ങനെ 1 ആക്കും? 1 ആണോ ആക്കണ്ടത്? അല്ല, 0 അല്ലെ. 1 ഓൾറെഡി ആയി, ഇനി 0 ആക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് താന്നിട്ട് വേണം നമ്മള്. പുലി എന്താണ് താഴുന്നത്? എന്താണ്? കുതിക്കാനല്ലേ? കുതിക്കാനാണ് അല്ലെ? ഇപ്പോഴും താഴ്ന്നിട്ട് ഇരിക്കാനാണോ? അല്ല. അപ്പൊ നമ്മൾ പറയണ പോലെ. അപ്പോ 1 പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഇപ്പൊ ഡയലോഗ് പറയില്ല, എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. ഞാൻ പിന്നീട് വെക്കാം കേട്ടാ. ഓക്കെ, 1 0. ഓക്കെ, അപ്പൊ 0 ആണ് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് താഴ്ന്നു പോയിട്ടാ, താഴുകയാണ്. അപ്പൊ 0 ആണ് ആക്കേണ്ടത്. എന്തിനെ? -1നെ. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, 1 ആക്കുമ്പോ ഇൻറ്റു ചെയ്യണം അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യണം. ഇനി 0 ആക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ പ്ലസ് ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പ്ലസ് 0 ആണ് ആക്കേണ്ടത്. പ്ലസ് പറഞ്ഞോ 1. 1 ആക്കണം, 1 ചെയ്യണം. ഇനി ഇൻ കേസ് ഇപ്പോൾ ഒരു 1 ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? -1 ചെയ്യണം. രണ്ടും തന്നെ അല്ലേ? 1 ഈ 1 ആദ്യം എഴുതി, പിന്നെ -1 സെയിം. പക്ഷെ ഇപ്പൊ ഇവിടെ -1 ആണ്, +1 ചെയ്യണം എന്നുള്ളത് ലോജിക്ക് വെച്ചിട്ട് ചിന്തിക്കുക. ഇങ്ങനെ ചെയ്യാൻ എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു ടാസ്കും കൂടി നിങ്ങൾക്ക് തരികയാണ്. എന്താണ് ആ ടാസ്ക്? ഇപ്പൊ നേരത്തെ ഏത് റോയാണോ ഞാൻ ചേഞ്ച് ചെയ്തത് ആ റോയും കൂടിയും കൂടെ കൊണ്ടുപോകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റു ആര് വരും? ഒരു 1 വരും. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ചേഞ്ച് ചെയ്ത റോ, അത് ചേഞ്ച് ചെയ്യേണ്ട റോ ഏതാണ്? -1 ഉള്ളത്. അത് ഏതാണ്? R2 ആണ്. ശരിയായല്ലോ? +1 ഇതുവരെ ഓക്കെയാണ്. ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. -1 +1 അങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷെ അതുകൊണ്ട് മാത്രം എന്തല്ല കാര്യമില്ല. അതുകൊണ്ട് മാത്രം എന്തല്ല കാര്യമില്ല എന്നാ പറഞ്ഞു വന്നേ. ഇത് ഓക്കെ ആയോ? ഇനി ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു 1 കൂടി എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. 1 ഇൻറ്റു ചെയ്യാന്നല്ല ഞാൻ പറഞ്ഞേ. ആ 1 ഏത് റോയിലാണോ അത് ഇൻറ്റു ചെയ്യണം. നമുക്ക് എന്താ കിട്ടിയേ? R2 ഏത് ഇക്വേഷൻ വെച്ചിട്ട് ചേഞ്ച് ചെയ്യണം?
-1നെ 0 ആക്കാൻ വേണ്ടി +1 ചെയ്തു. ആ 1ന്റെ കൂടെ നേരത്തെ 1 ആയിട്ടുള്ളത് ഏത് റോയാണോ അത് ഇൻറ്റു ചെയ്തു. കിട്ടിയോ? അപ്പൊ R2 + 1 R1 എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി അങ്ങ് സോൾവ് ചെയ്യും അല്ലെ? സോൾവ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ശരി. അപ്പോ ആദ്യം നമ്മൾ ആ ഇക്വേഷൻ എന്ത് ചെയ്തു? എഴുതി. കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇവിടെ സ്റ്റാർ ഇട്ടിട്ടുണ്ട് കേട്ടോ. സ്റ്റാർ ഇട്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 റോ ഉണ്ടല്ലോ, അതൊരു റോ, രണ്ടാമത്തെ റോ. അപ്പൊ ആദ്യത്തെ റോ രണ്ടാമത്തെ റോ എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം സ്റ്റാർ ഇട്ടതാണ്. ആ സ്റ്റാർ ഇനി നോക്കിയിരിക്കേണ്ട. ഓക്കെ, അപ്പോ സ്റ്റാറിന്റെ കഥ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ കഥയ്ക്ക് പോവാം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ആളേനെ എന്ത് ചെയ്തു? 0 ആക്കാൻ നോക്കി. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഇക്വേഷൻ, രണ്ടാമത്തെ ആളേനെ എനിക്ക് എന്ത് ചെയ്യണം? 0 അല്ല, ഇത് 0 ആണ് പറഞ്ഞു വന്നത്. ഇയാളെ 0 ആക്കണം. ഇയാൾ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. അത് നമുക്ക് ഈ ഫോർമുലയിൽ എന്ത് ഇട്ട് കൊടുത്തിട്ട് എന്താണോ കിട്ടുന്നത് അത്. ഇത് 0 ആവണമെന്നോ ഒന്നും പറയണില്ല. അപ്പൊ നമുക്ക് അവിടെ 1 അല്ലേ വേണ്ടത്, 0 ആണല്ലോ. അപ്പൊ ഇവിടെ ചെയ്തു വന്നപ്പോ എന്ത് കിട്ടും? എനിക്ക് 1/2 ആണ് കിട്ടിയത് കേട്ടോ. കാരണം എന്താ നോക്കാം. ഫസ്റ്റ് നോക്കുമ്പോ R1 അല്ല R2 ഇവിടെ 2 ആണ്, +1 ഇൻറ്റു R1 ഇവിടെ -3/2 ആണ്. -3/2 ശരിയല്ലേ? ഇനി അത് സോൾവ് ചെയ്യുമ്പോൾ 1/2 ആണ് കിട്ടുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് അറിയുന്നുണ്ടോ? എല്ലാവർക്കും അറിയാം അല്ലെ? അപ്പൊ ക്രോസ് ചെയ്യാം. അപ്പോ 2 -3/2 അല്ലേ? അതിനെ ക്രോസ് ചെയ്യുമ്പോൾ എന്താ വരിക? 2 × 2 4 -3/2. ആൻസർ 1 - 3 1 അല്ലേ? എന്ത് കിട്ടും? 1/2. കറക്റ്റ് ആണല്ലേ? കറക്റ്റ് ആയിട്ട് കുറെ പേർക്ക് കിട്ടിയെന്ന് പറഞ്ഞു. ഇപ്പൊ പറയുന്നുണ്ട്, അയ്യോ സാറേ ഇതൊക്കെ എന്ത് എളുപ്പമാണ് എന്നൊക്കെ പറയുന്നവരായിട്ട് ഞാൻ കേട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളില് നമ്മൾ കേൾക്കുമല്ലോ. അതെ, എന്ത് തള്ള അല്ലേ സാറ്? ചെറുതായിട്ട് അങ്ങനെ നോക്കാം. എന്ത് നോക്കാം? തള്ളാന്നല്ല ചേട്ടാ. ഇനി നമ്മൾ കാര്യത്തിലേക്ക് വരിക. R2 എന്താണ്? R2 നമുക്ക് ഇക്വേഷൻ ആണ്, എല്ലാം ചെയ്യണ്ടേ? ഇത് മൊത്തം R2 ആണ് അല്ലേ? ഇത് മൊത്തം നമ്മൾ ചെയ്യണം. അപ്പൊ ഇതിൽ നോക്കുമ്പോ ഇത് അടുത്തത് R2ന്റെ പ്ലേസിൽ 0 ആണ്, പ്ലസ് പിന്നെ 1 ഉണ്ട്. 1 ഇൻറ്റു എഴുതണമെന്നുണ്ടോ? എഴുതിക്ക് വന്ന 1 × 1/2. 1 × 1/2 ചെയ്യുമ്പോൾ 1/2 തന്നെ. പിന്നെ അടുത്തതിൽ R2ന്റെ പ്ലേസിൽ 1 ആണ് കേട്ടോ. 1 പ്ലസ് പിന്നെ 1 × 0. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 1. അങ്ങനെ നമ്മളത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇനി നോക്കണത്. അത് കഴിഞ്ഞിട്ട് വരുന്നത് നോക്കുമ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ പിന്നെ ഇവിടെ നോക്കുമ്പോൾ 1 ആണ്, ഇവിടെ 0 ആയി. കണ്ടോ? ഒന്ന് താന്നു. നമ്മൾ നല്ല കറക്റ്റ് റൈറ്റ് പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട്. സച്ചിൻ ദാസ് മാക് ട്യൂഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കറക്റ്റ് റൈറ്റ് സൈഡിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 1/2 ഞങ്ങട്ടാ പോണേ. 1/2 ചേഞ്ച് ചെയ്യണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫ്രാക്ഷൻ ആണ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ അടിയിൽ എടുക്കുന്ന ആരാണോ ഇൻറ്റു അത് ചെയ്യണം. അത്രേ ഉള്ളൂ, വളരെ ഈസിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് R2-നെയാണ്. ആ R2-നെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 2 ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. കിട്ടിയോ? അപ്പൊ അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നോക്കിയേ, സോറി ഇതല്ല, അത് അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്താ നോക്കും? ആദ്യം 0, അപ്പൊ 0 × 2 0. അടുത്തത് 1/2 × 2 ചെയ്യുമ്പോൾ 1 അല്ലെ? 2 ക്യാൻസൽ ചെയ്തിട്ട് 1. അടുത്തത് 1/2 അല്ലെ? അപ്പൊ 1/2 വീണ്ടും 1 എന്ന് എഴുതണ്ടോ? പറയണ്ടല്ലോ. ഇനി അടുത്തത് 1 × 2 കിട്ടിയോ? കിട്ടി. വെരി ഗുഡ്. ഇനി അടുത്തത് ലാസ്റ്റ്, നമ്മുടെ ഇതിലെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. കാരണം എനിക്ക് താന്നു റൈറ്റ് സൈഡിലേക്ക് പോയി അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മോളിൽ പൊന്തിയില്ലെങ്കിൽ അവിടെ എടുക്കും. ഓക്കെ, വേറെ ഓപ്ഷൻ നോക്കുക. നിങ്ങൾക്ക് +2 പറ്റില്ല എന്നാണ് ഉറപ്പിക്കുക. വേറെ ഓപ്ഷൻ നോക്കുക, അല്ലെങ്കിൽ ഒരു വർഷം കൂടി ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്ന് താന്നു റൈറ്റ് സൈഡിലേക്ക് പോയി. ഇനി നമുക്ക് മോളിൽ പോകണം. മോളിൽ പോകുമ്പോൾ ആരാണ് അവിടെ കിടക്കണേ? -3/2. നിങ്ങളിൽ ആരെ കിടക്കണമെന്നല്ല ചോദിച്ച്,
ഇവിടെ ഏത് എലമെന്റ് ആണ് കിടക്കുന്നത് എന്ന് വെച്ചിട്ടാ നിങ്ങൾ കിടക്കുകയാണോ എന്ന് എനിക്ക് അറിയില്ലല്ലോ. ഓക്കെ, അപ്പോൾ -3/2. അപ്പോൾ -3/3 ആണ് ഉള്ളത്. -3/3നെ 0 ആക്കണം. അപ്പോൾ നമ്മൾ -1നെ ഇങ്ങനെ 0 ആക്കിയത് +1 ചെയ്തു അല്ലേ. അപ്പോൾ 1 എന്ന് പറഞ്ഞ പോലെ ഇവിടെ 3/3 ആയിരുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 3/3 ചെയ്യണം. എന്നിട്ട് മുമ്പ് ഇപ്പൊ ഏത് റോയിലാണ് 1 ആക്കിയത് അതും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് വെക്കുന്നു. ശരിയല്ലേ? അങ്ങനെ ഞാൻ ചെയ്തു വെച്ചു. ശരിയായോ നോക്കൂ. കറക്റ്റ് അല്ലേ? ഞാൻ ചെയ്തത് കറക്റ്റ് അല്ലേ? ഇനി നിങ്ങൾ വലിയ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി നിങ്ങൾ തിരുത്തണം. നിങ്ങൾ തിരുത്തേണ്ട ലെവലിലേക്ക് എത്തി. അപ്പൊ ഞാൻ തിരുത്തില്ലേ? ഇവിടെ R2 എന്ന് പറയുമ്പോൾ ഇവിടെ 1 ആണ് കേട്ടോ അല്ലെ. നമ്മൾ ആ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ചെയ്യാം. അപ്പൊ ആ ഫോർമുല നമുക്ക് കിട്ടിക്കഴിഞ്ഞു, കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഫോർമുല ഇതല്ലേ, ഫോർമുലയിൽ കൊടുക്കുക. ഇനി ഓരോന്നോരോന്ന് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ആൾ ഇനിയിപ്പോൾ മാറാനൊന്നും പോണില്ല. അപ്പൊ നമുക്ക് ആളെ ഒഴിവാക്കി. പിന്നെ ഒഴിവാക്കി എനിക്ക് അറിയൊന്നുമില്ല കേട്ടാ. ഇവിടെ നമുക്ക് 0 കിട്ടുമല്ലോ. 0 ആയി. ശരിയല്ലേ? 0 കാരണം -3/2 R2ന്റെ പ്ലേസിൽ -3/2 സോറി R1ന്റെ പ്ലേസിൽ ഇത് R1 ആയിരുന്നു കേട്ടാ. R1 ആണ് നമ്മൾ മാറ്റാൻ പോണത്. അപ്പോൾ R1ന്റെ പ്ലേസിൽ -3/2 അത് R1 ആണ്. R1ന്റെ പ്ലേസിൽ എന്ത് കിട്ടി? -3/2 ഉണ്ട്. ഇനി 3/3 ഉണ്ട് ഇൻറ്റു 1 വരാൻ കാരണം എന്താ? R2ന്റെ പ്ലേസിൽ 1 അല്ലേ. അപ്പൊ ഇത് 0 തന്നെയാണ്, സംശയമൊന്നുമില്ല. അത് കറക്റ്റ് ആയിട്ട് നമുക്കത് അങ്ങനെ തന്നെ വരുള്ളൂ. ഇനി അടുത്ത കേസിൽ R1ന്റെ പ്ലേസിൽ 1/2 ആണ് പ്ലസ് പിന്നെ എലമെന്റ് 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു 3/2 അല്ലെ, അല്ലെങ്കിൽ 3/2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇനി നമ്മൾ നോക്കുമ്പോൾ ഡിനോമിനേറ്ററിലെ സെയിം ടേമുകൾ വരുമ്പോൾ 2 2 ഒക്കെ വന്നു അല്ലേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാറ്? 2നെ കോമൺ ആയിട്ട് എടുക്കും, എന്നിട്ട് ന്യൂമറേറ്റർ പ്ലസ് ചെയ്യും. നമുക്ക് എന്താ കിട്ടുക? 4/2. 4/2 എന്ന് പറയുമ്പോൾ 2 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 2 കിട്ടും. ശരി, കിട്ടിക്കഴിഞ്ഞു അല്ലെ. കിട്ടിയില്ലേ? കിട്ടി. അടുത്തത് ഞങ്ങൾ ജസ്റ്റ് പറഞ്ഞു പോവുള്ളൂ. നിങ്ങൾക്ക് പറ്റും എന്നുണ്ടെങ്കിൽ ചെയ്ത് പഠിക്കുക ചെയ്യണം. ഓക്കെ, ഇനി ഒരെണ്ണം കൂടി ചെയ്യാനുണ്ട്. അത് നോക്കൂ. അതിൽ ഈ ഇക്വേഷനിലെല്ലാം കൊടുക്കുകയാണ്. ഇക്വേഷനിൽ നോക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? R1 തന്നെയാണ്. R12 സ്റ്റാറിലെ R12 ആണ്. എന്നിട്ട് R1ന്റെ പ്ലേസിൽ എന്താ കിടക്കണേ? സോറി, ഇത് R1 അല്ലല്ലോ, R2 അല്ലേ. R1ന്റെ പ്ലേസിൽ 0 ആണ് അല്ലേ. പ്ലസ് 3/2. 3/2 പറയുമ്പോൾ നമ്മുടെ കോൺസ്റ്റന്റ് കണ്ടുവോ? ഇതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഉണ്ടാക്കിയുള്ള ഇക്വേഷൻ അതല്ലേ. ഇൻറ്റു എന്താണ്? R2 എന്ന് പറയുമ്പോൾ 2 അല്ലേ. 2 ക്യാൻസൽ ചെയ്താൽ മതി. കാരണം ഇത് 0 ആണ്. 0 വലിയ വ്യത്യാസമൊന്നും വരില്ല. ആൻസർ 3 കിട്ടും അല്ലേ. 0 + 3 എന്താ? 3 അല്ലേ. അപ്പൊ നമുക്ക് പ്ലസ് ചെയ്യാനും മൈനസ് ചെയ്യാനും ഒക്കെ അറിയുന്നവർക്ക് ഇത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ്. ഒരു സിമ്പിൾ പ്രോബ്ലം തന്നെയാണ്. ഓക്കെ, കോൺസെപ്റ്റ് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ കോൺസെപ്റ്റ് മനസ്സിലാക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് എളുപ്പമാന്ന് പറയുന്നെങ്കിൽ ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ മതി എന്ന് പറയും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? I പറഞ്ഞിട്ട് കിട്ടിക്കഴിഞ്ഞു. I എന്താ നമ്മൾ പറഞ്ഞു? A ഇൻവേഴ്സ് A. അപ്പൊ A ഇൻവേഴ്സ് = 2 3 1 2 ആണ്. ഇതിന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ ഇക്വേഷനാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് ഇതേപോലെ കോപ്പി ചെയ്തിട്ട് ചെയ്ത് വെക്കാനല്ല ഞാൻ പറയുന്നേ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, ഒറ്റയ്ക്ക് ചെയ്യുക. എന്നിട്ട് ഒന്ന് ഹെൽപ്പ് വേണമെങ്കിൽ മാത്രം നിങ്ങളിത് വാച്ച് ചെയ്താൽ മതി. ഒരു ഹെൽപ്പ് മാത്രം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്ത് നോക്കുക. ഓപ്പറേഷൻസും ഒക്കെ കറക്റ്റ് ഇത് സെയിം ഓപ്പറേഷൻ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തെറ്റില്ല. ഞാൻ പറഞ്ഞ പോലെ ഞാൻ എന്താ പറഞ്ഞേ, ഇപ്പൊ നമുക്ക് 1 ആക്കണം. അപ്പൊ 2നെ 1 ആക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? സിമ്പിൾ ആയിട്ട് /2 ചെയ്താൽ മതി. ഇനി 1/2നെയാണ് 1 ആക്കേണ്ടത്. ഇൻറ്റു 2 ചെയ്താൽ മതി. ഇനി 1/4നെയാണ് 1 ആക്കണമെന്നുണ്ടെങ്കിൽ ഇൻറ്റു 4 ചെയ്യണം. 4നെയാണ് 1 ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി 1ന്റെ കേസ് കഴിഞ്ഞു. ഇനി 0 ആക്കണമെന്നുണ്ടെങ്കിലാണ് ശ്രദ്ധിക്കേണ്ടത്. 0 ആക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ -1 ആണ്. ഈ -1നെ 0 ആക്കണം എന്നുണ്ടെങ്കിൽ
-1 ആ സെയിം നമ്പർ തന്നെ പ്ലസ് ചെയ്തിട്ട് എഴുതി വയ്ക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ തൊട്ട് മുമ്പിൽ ഒരു 1 ആക്കിയിട്ടുണ്ടാവും. ആ റോയില് ഒരു 1 നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ 1 ഏത് റോയിലാ ക്രിയേറ്റ് ചെയ്തത്? R1-ലായതുകൊണ്ട് R1 എഴുതും. ഈ -1 ഏത് റോയിലായിരുന്നു? R2-ലാണ് അല്ലെ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. R2 പ്ലസ് R1 എന്ത് ചേഞ്ചസ് ടു? R2 ചേഞ്ചസ് ടു. ഇതേ രീതിയിൽ സിമ്പിൾ വേ ആണ്. എന്ത് എളുപ്പ, ഇത് സിമ്പിൾ ആണ്. നിങ്ങൾ സിമ്പിൾ ആയിട്ടുണ്ടോ എന്നുള്ളത് കമന്റ് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരെണ്ണം കൂടി നമുക്ക് ചെയ്യാം. ഒരെണ്ണം കൂടി നമുക്ക് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ 2 ആക്കാനുണ്ട്. കണ്ടോ, ഇവിടെ 2 ആക്കാനുണ്ട്. ഈ 2 ആക്കണം. അപ്പൊ നമ്മൾ ഹെൽപ്പ് ചോദിക്കേണ്ടത് ഇവിടെ ഒരു 1 ഉണ്ടോ ആക്കിയിട്ടുണ്ട്. അവര് 1 ആക്കിയിട്ടുണ്ട്. 3-നെ നമ്മൾ 1 ആക്കുക ചെയ്തേ. 3/3 ചെയ്തിട്ടാ അല്ലെ നമ്മൾ ചെയ്തു. അപ്പൊ 3/3 പറയുമ്പോൾ R2/3 ഫോർമുല അതാണ് അല്ലെ. ശരി, കാരണം രണ്ടാമത്തെ റോയില് ആ 3-നെ മാറ്റണം, by3 ചെയ്തിട്ട്. ശരി, അപ്പൊ ആ റോ മൊത്തം ചേഞ്ച് ആവുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി ഇവിടെ 1 ഉണ്ട്. ഈ 1-ൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരില്ല. ഈ 2-നെ നമ്മൾ സീറോക്കാൻ പോവാം. അപ്പൊ എന്താ ചെയ്യാ? 2 മൈനസ് എന്ത് ചെയ്യേണ്ടി വരും? പ്ലസ് ആണോ ചെയ്യാ? അല്ല, -2 ചെയ്യണം. ശരിയായല്ലോ. ശരി, ഇത് ഏത് റോയിലാ ചേഞ്ച് ചെയ്യണേ? R1-ലാണ്. അല്ല, R1 ആണ് ചേഞ്ച് ചെയ്യാൻ പോണത്. R1 ആ 2 R1-ലായിരുന്നു. -2 ഇതുവരെ എല്ലാവർക്കും കിട്ടുന്നതാ. പക്ഷെ തെറ്റിപ്പോകുന്നത് എവിടെയാണ്? ഈ കോൺസ്റ്റന്റിന്റെ കൂടെ ഇവിടെ നേരത്തെ ഏത് റോയിലാണോ 1 ആക്കിയത് അത് ഇൻഡ് ചെയ്യാനായിട്ട് മറന്നുപോകും അല്ലേ. നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയല്ലേ വരാൻ പോണേ ഈ ഒരു ഫസ്റ്റത്തെ ചെയ്യുന്ന സമയത്ത്. പക്ഷെ ഈ 1 എന്ന് എഴുതിയോണ്ട് കാര്യമില്ല. അത് ഏത് റോയിലാണ്? യെസ്, രണ്ടാമത്തെ റോയിലാണ്. അപ്പൊ R2 എന്ന് എഴുതുമ്പോഴാണ്, അങ്ങനെ ഒരു ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? ആൻസർ കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആൻസർ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതേപോലെ ചെയ്തു വരുമ്പോ നമുക്ക് എന്ത് കിട്ടും? I = A ഇൻവേഴ്സ് A എന്ന് കിട്ടും. അപ്പൊ ഇതാരാണ്? A ഇൻവേഴ്സ് ആണ് എന്ന് കിട്ടും. അപ്പൊ A ഇൻവേഴ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ A ഇൻവേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ആൻസർ എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുക. ഇനി അടുത്തത് നിങ്ങൾക്ക് ഹോംവർക്ക് ആണ്. ഹോംവർക്ക് നിങ്ങൾ ചെയ്തിട്ട് കിട്ടുന്നുണ്ട് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. ഇതിന്റെ ഹോംവർക്കിന്റെ ആൻസർ പറഞ്ഞു തരട്ടെ. ആൻസർ വരുന്നത് A ഇൻവേഴ്സ് = 1 - 1 - 1 2 ആണ് കേട്ടോ. എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തിട്ട് അറിയിക്കാം. അയ്യോക്ക് സാറേക്ക് ഇത് കിട്ടിയില്ല, അപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ അത് ചെയ്തിട്ട് ചെയ്യാട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. നന്നായി പഠിക്കുക.